സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: ലൗ ഖീലൽ യഹൂദ്, നിങ്ങൾ ആരെങ്കിലും ഒരു ജൂതനോട് ചോദിച്ചു നോക്കൂ, മൻ ഖൈറു അഹ്ലി മില്ലത്തിക്കും, നിങ്ങളുടെ ജൂത സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ് എന്നൊരു ജൂതനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ലഖാലു, ആ ജൂതന്മാരുടെ മറുപടി അസ്ഹാബു മൂസ അല്ലദീന റഅൂഹു വനസറു, മൂസാ നബിയെ കാണുകയും മൂസാ നബിയുടെ കൂടെ ഉണ്ടാകുകയും ചെയ്ത മൂസാ നബിയുടെ സഹാബത്താണ് ഞങ്ങളുടെ ജൂതമതത്തിലെ ഏറ്റവും നല്ല ആളുകളെന്ന് ജൂതന്മാർ മറുപടി പറയും. വലൗ ഖീല ലിന്നസാറ, എന്നാൽ ഒരു നസറാനിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, മൻ ഖൈറു അഹ്ലി മില്ലത്തിക്കും, നിങ്ങളുടെ മതത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? അവർ മറുപടി പറയും ലഖാലു അസ്ഹാബു ഈസ അൽ ഹവാരിയീൻ, ഈസാ നബിയുടെ സഹാബികളാണ് ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും നല്ല ആൾക്കാരെന്ന്. എന്നാൽ വലൗ ഖീല ലിഹാദി ത്വായിഫ റാഫിദ, ഈ ഷിയാക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മില്ലത്തിലെ ഏറ്റവും മോശപ്പെട്ടവരാരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്തായിരിക്കും? അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബിമാരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മോശപ്പെട്ടവരെന്നാണ് അവരുടെ മറുപടി. അതുകൊണ്ട് ജൂതന്മാരെക്കാളും ക്രിസ്ത്യാനികളെക്കാളും പഴച്ചുപോയ ഇസ്ലാമിൻ്റെ ഉള്ളിലെ ചാരന്മാരാണ് ഇവർ നമ്മൾ മനസ്സിലാക്കണം.